ഹലോ. ഇന്ന് എന്റെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്ററാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലും നമുക്ക് ചുറ്റും ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്ന ഒരു സ്ത്രീ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു കുഞ്ഞിലേക്ക് ഒതുങ്ങുകയാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആവുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാനസികമായി വളരെ സംഘർഷം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ ഏതുതരം മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അത് നമ്മുടെയോ അവരുടെയോ ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അവിടെയാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതിന്റെ പ്രസക്തി ഏറി നിൽക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഫിസിക്കലി ആൻഡ് മെന്റലി ഒരുപാട് സ്ട്രെയിൻ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫിസിക്കലി നന്നായിട്ട് തടിച്ചത് കൊണ്ട് ആരെയും ഫേസ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും കണ്ണാടിയിൽ എനിക്ക് എന്നെ തന്നെ കാണുന്നതിനുള്ള ക്ഷമയോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എന്റെ ഹെയർ നല്ല കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഇത് എത്ര ഒതുക്കി വെച്ചാലും ഒതുങ്ങാത്തൊരു ടൈപ്പ് പോലെയായിരുന്നു. ഫിസിക്കലിയും ഒത്തിരി സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്റെ നടുവിനൊരു ഉളുക്ക് പോലെ വന്നിട്ട് നടക്കുമ്പോൾ മുടന്നുള്ളത് പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ എന്നോട് ചോദിക്കായിരുന്നു എന്താണ് പറ്റിയത് എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മാറില്ലേ, ഇനി ലൈഫ് ലോങ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ തന്നെ നടക്കേണ്ടി വരുമോ? അതായത് പെട്ടെന്നായിരുന്നു നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായത്. ഡെലിവറിക്ക് മുന്നേ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാള് ഡെലിവറിക്ക് ശേഷം, അതായത് ആ ഒരു 4 days ഡെലിവറി കഴിഞ്ഞു, നമ്മൾ റെസ്റ്റ് എടുത്തത് 4 days ആണ്. അത് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മുടന്നുള്ളത് പോലെയാണ് നമ്മൾ നടക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു സമയത്ത് ഈ സ്ട്രെസ് സഹിക്കാൻ വയ്യാതെ ഞാൻ ബാത്റൂമിൽ കയറി പൊത്തിയായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അത് ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട്, അതായത് ഞാൻ ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് കരയാൻ ശ്രമിച്ചത് കൊണ്ട് സൗണ്ട് പുറത്തു വന്നില്ല. പക്ഷെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഒരു 10-15 മിനിറ്റോളം അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ നെഞ്ച് വേദനിക്കാൻ തുടങ്ങിയിട്ട് എന്താണെന്ന് അറിയില്ല, നല്ല നെഞ്ച് വേദന. കുഞ്ഞൊരു സാധനം എടുക്കാൻ വയ്യ, കൈ പൊക്കി ഒന്നും നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, കുഞ്ഞിനെ എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എന്താണെന്നറിയില്ല, നല്ല നെഞ്ചുവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരെ വന്നു. ഇനി എനിക്ക് പറയാനുള്ളത് പുതിയ അമ്മമാരുടെ പാരന്റ്സിനോടാണ്. ഡെലിവറി കഴിഞ്ഞ പെൺകുട്ടിയുടെയും കുഞ്ഞിന്റെയും ലോകം ഒരു റൂമിലേക്ക് ഒതുക്കി നിർത്താൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. കുഞ്ഞാകുന്നതുവരെ തങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു കുഞ്ഞായതിനു ശേഷം ഒരു റൂമിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംഘർഷം വളരെ വലുത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സമൂഹത്തിൽ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത് വളരെ വലിയൊരു ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. അതായത് വളരെയേറെ സങ്കടപ്പെട്ടും വേണ്ടത്ര ഉറക്കം പോലും കിട്ടാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാളോട് നീ നിന്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കൂ, നിനക്ക് കഴിക്കാനുള്ള ഫുഡ് ഇല്ലേ, ഡ്രസ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ കുറച്ച് സമയം കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, നീ ഉറങ്ങുകയോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കാൻ പോയിട്ട് വാ എന്നെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഡെലിവറി കഴിഞ്ഞൊരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടാണ്. ഒട്ടുമിക്ക ഭർത്താക്കന്മാർക്കും ഈ ടൈമിൽ തങ്ങളുടെ വൈഫിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് വളരെ കുറവായിരിക്കും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 4 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ വളരെയേറെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നാമതായി, നിങ്ങൾ നല്ലൊരു ലിസണർ ആവുക. കൂടുതലും നിങ്ങളുടെ വൈഫിന് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകുക. നിനക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങളുടെ വൈഫിന് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. രണ്ടാമതായി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൗട്ടുകൾ ചോദിക്കാതിരിക്കുക. ഒന്നാമതായി, വൈഫിനെ തന്നെ കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരുപാട് ആശങ്കകളും അവർക്ക് തന്നെ ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞിനെ പറ്റിയുള്ള ആശങ്കകളും കുഞ്ഞിനെ പറ്റിയുള്ള ഡൗട്ടുകളും വൈഫിനോട് തന്നെ ചോദിക്കുന്നത്. അത് അവരെ കൂടുതൽ സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കുകയേ ഉള്ളൂ. കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കകളും ആഫ്റ്റർ ഡെലിവറി വൈഫിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള നിങ്ങളുടെ ഡൗട്ടുകളും എക്സ്പേർട്ടായ ആരുടെങ്കിലും പോയി ക്ലിയർ ചെയ്യാണ് വേണ്ടത്. മൂന്നാമതായി, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈഫിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തങ്ങളുടെ ബോഡിയെ പറ്റിയും തങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ പറ്റിയും ആലോചിച്ച് അവർ ഒരുപാട് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ അവരുടെ മനസ്സിന് വളരെയേറെ ഒരു ആശ്വാസം നൽകുന്നതായിരിക്കും. നാലാമതായി, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. ജസ്റ്റ് ഒരു ഡ്രൈവിനെങ്കിലും അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ മനസ്സിനെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്.
ഇത് പറയുമ്പോൾ മുതിർന്ന ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ വയസ്സിന്മേലുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത്തരത്തിലുള്ള ഒരു കെയർ അവർക്ക് കൊടുക്കുന്നതിനുള്ള ധൈര്യം കാണിക്കാം. ഇനി എനിക്ക് ഡെലിവറി കഴിഞ്ഞ എല്ലാ സുന്ദരികളോടുമാണ് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു ബ്ലഡ് റിലേഷനെ സമ്മാനിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുത് തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിളും കാലക്രമേണ മാറി വരുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൈക്കുഞ്ഞ് ഓരോ സെക്കൻഡും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് വളർന്ന് ഒരു 3 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ പഴയ ഒരു ലൈഫ് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടും. അതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ആൻഡ് ഹാപ്പി ആയിരിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്